ഗവർണർ ഒരസ്റ്റസ്. 2 ഒരസ്റ്റസിന് ഉപദേശം നൽകിയിരുന്ന ജനങ്ങൾ ബഹുമാനിച്ചിരുന്ന ഹൈപ്പേഷ്യ. സിറിലിന്റെ കണ്ണിൽ ഹൈപ്പേഷ്യ ഒരു പിശാചായിരുന്നു. അവൾ യുക്തിയെക്കുറിച്ചും ശാസ്ത്രത്തെക്കുറിച്ചും സംസാരിച്ചു. എന്നാൽ സിറിലിന് അതൊരു ഭീഷണിയായിരുന്നു. ചോദ്യം ചെയ്യാത്ത വിശ്വാസമായിരുന്നു അയാൾക്ക് വേണ്ടിയിരുന്നത്. ഹൈപ്പേഷ്യയുടെ അറിവും ഒരസ്റ്റസുമായുള്ള അവളുടെ സൗഹൃദവും സിറിലിന്റെ അധികാരമോഹങ്ങൾക്ക് വിലങ്ങുതടിയായി. അയാൾ അവളെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചു. അതിനേറ്റവും എളുപ്പമുള്ള വഴി തിരഞ്ഞെടുത്തു: അപവാദ പ്രചാരണം. അവളൊരു മന്ത്രവാദിനിയാണെന്ന് അവർ പ്രചരിപ്പിച്ചു. അവളുടെ ശാസ്ത്രീയ ഉപകരണങ്ങൾ മന്ത്രവാദത്തിനുള്ളതാണെന്ന് പറഞ്ഞു. ഒരസ്റ്റസിനെ ക്രിസ്തുമതത്തിൽ നിന്ന് അകറ്റുന്നത് ഹൈപ്പേഷ്യയുടെ ദുരുപദേശമാണെന്ന് സിറിലിന്റെ അനുയായികളായ ഒരു കൂട്ടം സന്യാസികൾ വിശ്വസിച്ചു. പരാബലാനികൾ എന്നറിയപ്പെട്ടിരുന്ന ഈ കൂട്ടം സിറിലിന്റെ സ്വകാര്യ സൈന്യത്തെ പോലെയായിരുന്നു. നഗരത്തിലെ മതപരമായ അന്തരീക്ഷം വിഷമയമായി. യുക്തിയുടെ ശബ്ദം മുങ്ങിപ്പോയി. പകരം അന്ധമായ വിശ്വാസത്തിന്റെ അലർച്ചകൾ മാത്രം മുഴങ്ങി. ഹൈപ്പേഷ്യക്കെതിരായ ജനരോഷം ആളിക്കത്തി. ക്രിസ്തുവർഷം 415 നോൻപ് കാലത്ത് ഒരു ദിവസം ഹൈപ്പേഷ്യ തന്റെ രഥത്തിൽ വീട്ടിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ